കേരളത്തിനൊപ്പം തെരഞ്ഞെടുപ്പ് ആവേശത്തിലാണ് പുതുച്ചേരി. പുതുച്ചേരിയുടെ ഭാഗമായ മാഹിയിൽ തെരഞ്ഞെടുപ്പ് പ്രചാരണം അതിവേഗം പുരോഗമിക്കുകയാണ്. പ്രചാരണ രംഗത്ത് വികസനം പറഞ്ഞ് വോട്ടു തേടുകയാണ് മാഹിയിലെ NDA സ്ഥാനാർത്ഥി A. ദിനേശൻ. മിഥുൻ പിള്ളയുടെ റിപ്പോർട്ട്. കേരളത്തോടൊപ്പം തെരഞ്ഞെടുപ്പ് ആവേശത്തിലാണ് മാഹിയിലെ NDA സ്ഥാനാർത്ഥി ദിനേശ് നമ്മോടൊപ്പം ചേരുന്നുണ്ട്. അദ്ദേഹം തെരഞ്ഞെടുപ്പ് പ്രചാരണവുമായി സജീവമായി രംഗത്തുണ്ട്. എങ്ങനെയുണ്ട് തെരഞ്ഞെടുപ്പ് പ്രചരണം? പാർട്ടി ഉദ്ദേശിച്ചതിലും വളരെ വിപുലമായിട്ട് നമ്മൾ ആദ്യം തുടങ്ങിക്കഴിഞ്ഞു. ഇപ്രാവശ്യം ഇവിടെ ഇടതുപക്ഷ സ്വതന്ത്രനും പിന്നെ കോൺഗ്രസിൻ്റെ സിറ്റിംഗ് MLA ആണ് മത്സരിക്കുന്നത്. പുതുച്ചേരിയിൽ എന്തായാലും NDA സർക്കാർ വരും എന്നുള്ള കാര്യം ഉറപ്പാണ്. ഇപ്പോൾ പുതുച്ചേരിയിൽ NDA സർക്കാർ വരുമ്പോൾ ഇവിടെ ഒരു BJPയുടെ MLA ഉണ്ടായാൽ ഈ ജനങ്ങൾ ആഗ്രഹിക്കുന്ന എല്ലാ കാര്യങ്ങളും നിറവേറ്റി കൊടുക്കുന്ന രീതിയിലുള്ള വികസനം BJPക്ക് കൊണ്ടുവരാൻ സാധിക്കും. നമുക്കറിയാം, ഇവിടെ ഒരുപാട് മുടങ്ങിക്കിടക്കുന്ന നമ്മുടെ നാട്ടുകാരുടെ സ്വപ്നങ്ങളുണ്ട്. ഇവിടെ ഹാർബർ ആയാലും നമ്മുടെ ട്രോമാ കെയർ ആയാലും വാക്വേ ആയാലും ഒക്കെ ഇവിടെ വർഷങ്ങളായി മാഹി പുതുച്ചേരി ഭരണത്തിലൊരു അവഗണിക്കപ്പെട്ട സ്ഥലമായിരുന്നു. ഈ കഴിഞ്ഞ 5 വർഷത്തെ ഭരണത്തിലാണ് നമ്മൾ ഒരുവിധം കാര്യങ്ങളൊക്കെ ശരിയാക്കി വന്നത്. അതുകൊണ്ട് ബാക്കി തുടർച്ച വരണമെങ്കിൽ ഇവിടെ ഒരു NDAയുടെ സ്ഥാനാർത്ഥി വിജയിക്കണം. വിജയിച്ചു കഴിഞ്ഞാൽ മാഹിക്കാർ സ്വപ്നം കാണുന്നതിനപ്പുറമുള്ള ഒരു വികസനം നമ്മൾ കൊണ്ടുവരും. അത് നമ്മുടെ വാക്കാണ്. നമ്മൾ ഈ ഓരോ ആൾക്കാരെയും കണ്ട് വോട്ട് അഭ്യർത്ഥിക്കുമ്പോൾ അവരുടെ ഭാഗത്തുനിന്ന് ഒക്കെ കിട്ടുന്ന റെസ്പോൺസ് അതാണ്. ഇപ്രാവശ്യം BJPയോട് വളരെ നല്ല പ്രതികരണമാണ്. എവിടെ പോയാലും സ്വീകാര്യതയുണ്ട്. BJP ജയിക്കുമെന്നുള്ള പ്രതീക്ഷ മയ്യഴിക്കാർക്കുണ്ട്. അത് ഞങ്ങൾ നിറവേറ്റി കൊടുക്കുക തന്നെ ചെയ്യും. എന്താണ് ഈ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിൽ നമ്മൾ മുന്നോട്ട് വയ്ക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്? മുന്നോട്ട് വെക്കുന്നതിൽ മുഖ്യമായും വികസനം തന്നെയാണ്. വികസനം, അടിസ്ഥാന വർഗ്ഗങ്ങളുടെ വികസനമാണ് ഞങ്ങൾ ഉദ്ദേശിക്കുന്നത്. ഇപ്പോൾ BJP അധികാരത്തിൽ വന്നതിന് ശേഷം 2 തവണ സാമൂഹ്യക്ഷേമ പെൻഷൻ 500 രൂപ വീതം വെച്ച് വർദ്ധിപ്പിച്ചു. ആദ്യം 1500 രൂപയുള്ളത് ഇപ്പോൾ മിനിമം 2500 രൂപയും 80 വയസ്സിന് മുകളിലുള്ളവർക്ക് 4000 രൂപയുണ്ട്. അപ്പോൾ എനിക്ക് തോന്നുന്നു നമ്മുടെ ഇന്ത്യയിൽ തന്നെ ഇത്രയും പെൻഷൻ കൊടുക്കുന്ന സംസ്ഥാനങ്ങൾ വേറെ ഉണ്ടാവില്ല എന്നുള്ളതാണ്. അപ്പോൾ അടിസ്ഥാന വർഗ്ഗങ്ങളുടെ കാര്യങ്ങൾ പരിഗണിച്ചുകൊണ്ടുള്ള വികസനമാണ് പാർട്ടി നടത്തി വരുന്നത്. അതിനെയും തുടരുക തന്നെ ചെയ്യും. വികസനം തന്നെയാണ് പ്രധാനം. ജനങ്ങൾ ആഗ്രഹിക്കുന്നത് അവരുടെ അടിസ്ഥാന സൗകര്യങ്ങൾ വികസിക്കുക, അവരുടെ ജീവിത സാഹചര്യങ്ങൾ മെച്ചപ്പെട്ടതാകുക, നല്ല രീതിയിൽ ജീവിക്കുവാനുള്ള, ജോലി ചെയ്ത് ജീവിക്കുവാനുള്ള ഒരു അന്തരീക്ഷം ഇവിടെ ഉണ്ടാവുക എന്നുള്ളതാണ്. അത് ഞങ്ങൾ നിറവേറ്റുക തന്നെ ചെയ്യും. ഒരുപാട് കാര്യങ്ങൾ ഇപ്പോൾ കേന്ദ്ര സർക്കാർ നടപ്പാക്കിയ ഒരുപാട് പദ്ധതികൾ കാര്യങ്ങളുണ്ട്. അതൊക്കെ ഈ ഇവിടത്തേക്ക് എത്തുന്നുണ്ടോ? അതായത് ഈ ഇവിടെ മറ്റ് MLA ആണല്ലോ ഉണ്ടായത്. അപ്പോൾ എങ്ങനെയാണ് കേന്ദ്ര സർക്കാരിൻ്റെ പദ്ധതി? ഇവിടെ നമ്മുടെ സമീപത്ത് തന്നെ ബൈപ്പാസ് ഉണ്ടല്ലോ. അതേപോലെ PM-ശ്രീ സ്കൂളുകൾ വന്നു. പിന്നെ പുതുച്ചേരി സർക്കാരിൻ്റെ വക വിദ്യാഭ്യാസ NEP കൊണ്ടുവന്നു. ന്യൂ എഡ്യൂക്കേഷൻ പോളിസി പ്രകാരം നമുക്ക് CBSE സ്കീം മാഹിയിലുള്ള മുഴുവൻ സർക്കാർ വിദ്യാലയങ്ങളിൽ നടപ്പിലാക്കി. അതായത് നമ്മുടെ ജനങ്ങളെ ഉദ്ധരിച്ചുകൊണ്ട്, ജനങ്ങളുടെ അടിസ്ഥാന സൗകര്യങ്ങൾ വർദ്ധിപ്പിച്ചുകൊണ്ട് നല്ലൊരു ജനതയെ പടുത്തുയർത്തുവാനുള്ള നരേന്ദ്രമോദിയുടെ വികസന കാഴ്ചപ്പാട് തന്നെയാണ് പുതുച്ചേരിയിലെ NDA സർക്കാരും നടത്തുന്നത്. എടുത്തു പറയുന്നത് PM-ശ്രീ പദ്ധതി എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അത് പല സംസ്ഥാന സർക്കാരുകളും എതിർത്തപ്പോൾ ധൈര്യപൂർവ്വം പുതുച്ചേരി നടപ്പിലാക്കി. അതിൻ്റെ ഗുണങ്ങൾ പുതുച്ചേരിയെ സംബന്ധിച്ച് ഒരുപാട് കിട്ടുകയും ചെയ്തിട്ടുണ്ട്. അതെ, അതിൻ്റെ ഗുണങ്ങൾ നമ്മുടെ മക്കൾക്കാണ്. ഇപ്പോൾ പുതുച്ചേരിയിൽ 3 സംസ്ഥാനത്തിലെ സിലബസുകളായിരുന്നു പഠിപ്പിച്ചുകൊണ്ടിരുന്നത്. ഇപ്പോൾ മാഹിയിലെ കേരള സിലബസ് പ്രകാരം മാഹിയിലെ ആൾക്കാർ വല്ല എൻട്രൻസ് പരീക്ഷ എഴുതുമ്പോൾ അവർ തഴയപ്പെടുന്നുണ്ട്, അവർ തോറ്റു പോകുന്നുണ്ടായിരുന്നു. അപ്പോൾ അതിനൊരു പരിഹാരം എന്നുള്ള രീതിയിലാണ് പുതുച്ചേരിയിലെ മുഴുവൻ വിദ്യാലയങ്ങളെയും CBSE സിലബസ് കൊണ്ടുവന്നത്. നമ്മുടെ മക്കൾക്ക് പഠിച്ച് പരീക്ഷ എഴുതി പാസ്സാവാനുള്ള ഒരു അന്തരീക്ഷം ഉണ്ടാക്കുക തന്നെയാണ് ഇതിൻ്റെ ലക്ഷ്യം. ഇതിലും വലിയ വിജയപ്രതീക്ഷ തന്നെയാണ് പ്രധാനമായും മുന്നോട്ട് പോകുന്നത്. തീർച്ചയായും പാർട്ടി ഇത്തവണ വിജയിക്കുമെന്ന് തന്നെയാണ് പ്രതീക്ഷ. ജനങ്ങൾ പാർട്ടിയെ ഏറ്റെടുത്തിട്ടുണ്ട്. ജനങ്ങളുടെ പ്രതീക്ഷ നടപ്പിലാക്കുവാനുള്ള പ്രവർത്തനങ്ങൾ പാർട്ടി നടത്തും. എല്ലാവിധ വിജയാശംസകളും നേരുന്നു. അതിലും വലിയ വിജയപ്രതീക്ഷയിൽ തന്നെയാണ് ഇവിടെ NDA സ്ഥാനാർത്ഥി പ്രചരണ രംഗത്ത് സജീവമായി നിൽക്കുന്നത്. K. സുബിത്തിനൊപ്പം മിഥുൻ പിള്ള, ജനം, മാഹി.